നീതി BJP ഭരണത്തിൽ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അവിടെ നീതി നടപ്പാക്കുന്നത് ആരാണ്? കാക്കയിട്ട പോലീസല്ല, കാവിയിട്ട സ്വാമിമാരാണ്. അവിടെ ബജ്രംഗത്തുള്ള RSSO കാവിയിട്ട സ്വാമിമാരാണ് നീതി നടപ്പാക്കുന്നത്. അവരുടെ നീതി നടപ്പാക്കും. ആർക്കറിഞ്ഞുകൂടാത്തത്? പോലീസ് സ്റ്റേഷനിൽ കയറി മേലധികാരികൾ പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരിയിരിക്കെ ചോദ്യം ചെയ്തത് ബജ്രംഗ പ്രവർത്തകരാണ്. ഭയപ്പെടുത്തിയതും ആക്രോശിച്ച് അടിക്കാൻ ചെന്നതുമൊക്കെ കന്യാസ്ത്രീകളെ. ഇത് നോക്കി നിന്നതല്ലേ ഉള്ളൂ. കാവിനീതി കാട്ടുനീതി മാത്രമേ നടപ്പിലാകുകയുള്ളൂ. അതിലപ്പുറം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അവരുടെ ആ വികാരം, ആ ചോരത്തെളുപ്പ്, രക്തത്തിൽ ക്രൈസ്തവ വിരോധമുള്ളതൊന്നും മാറുകയില്ല. അതുകൊണ്ട് നീതി BJP ഭരണത്തിൽ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഈ മതപരിവർത്തനം എന്നതിനെക്കുറിച്ച് തന്നെ പറയാം. മതപരിവർത്തനം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ 2000 കൊല്ലമായി ക്രൈസ്തവർ സുവിശേഷം പ്രസംഗിക്കുന്നവരാണ്, മനസാന്തരപ്പെടുത്തുന്നവരാണ്, മനപരിവർത്തനം നടത്തുന്നവരാണ്. നിർബന്ധിത മതപരിവർത്തനം കത്തോലിക്ക സഭ നിരോധിച്ചതാണ്. ഫോഴ്സ്ഫുൾ കൺവെർഷൻ ബാൻ ചെയ്തിട്ടുണ്ട്. സഭ നിരോധിച്ച നിയമവഴി നിരോധിച്ചതാണ്. 1965 തീർന്ന സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൽ പ്രത്യേക രേഖകൾ അതിനെ സംബന്ധിച്ച് പാസ്സാക്കിയിട്ടുണ്ട്. നിർബന്ധിത മതപരിവർത്തനം പാടില്ല. അങ്ങനെ സഭ നിരോധിച്ച ഫോഴ്സ്ഫുൾ കൺവെർഷനെ സഭാ നിയമം ലംഘിച്ച് നടപ്പിലാക്കുന്നത് സഭയ്ക്ക് വിരുദ്ധമായി സഭയുടെ കത്തോലിക്ക സഭയുടെ ശത്രുക്കളായി തന്നെ പ്രവർത്തിക്കുന്ന ഈ പെന്തക്കോസ്, ബദറൻ പോലെയുള്ള പ്രസ്ഥാനങ്ങളും അവരുടെ പിന്തുടർച്ചയായി വരുന്ന സ്വതന്ത്ര സഭകളൊക്കെയാണ്. വിവേകമില്ലാതെ സ്ഥാനത്തും അസ്ഥാനത്ത് അമ്പലത്തിൻ്റെ മുമ്പിൽ ഹൈന്ദവ ആഘോഷം നടക്കുന്നിടത്തൊക്കെ പോയിട്ട് ഇപ്പോൾ നിങ്ങൾ മനസാന്തരപ്പെട്ടിൽ നരകത്തിൽ പോകും, നിങ്ങളുടെ നിത്യത എവിടെ എന്നൊക്കെ ചോദിച്ച് പ്രസംഗിച്ച് പ്രകോപനം സൃഷ്ടിക്കുന്ന വിവരദോഷികൾ, അവർ ചെയ്യുന്ന പേക്കൂത്തുകളൊക്കെയും ക്രൈസ്തവർക്കും ക്രിസ്തുവിനും തന്നെ വിരുദ്ധമാണ്. ഒരാളെ കൂട്ടുന്നത് ആളെ രക്ഷിക്കാനല്ല, അവർ നശിച്ചതുപോലെ നശിക്കാനാണ് എന്നത് മറ്റൊരു കാര്യം. അവർ നടത്തുന്നതെല്ലാം കന്യാസ്ത്രീയുടെ തലയെ കെട്ടിവെക്കുക. അങ്ങനെ ഒരു സ്ഥിതിയുണ്ട്. പ്രസ്ഥാനം ഈ വലിയ പ്രദേശത്ത് സ്കൂളും ചർച്ചും അല്ലെങ്കിൽ കോൺവെൻറ്റും ഒക്കെ ആയിട്ട് വലിയൊരു പ്രസ്ഥാനം ഇവരാണ്. അപ്പോൾ ഇവർ പറഞ്ഞു വിടുന്നതാണ്, ഈ കന്യാസ്ത്രീകളും അച്ഛന്മാരും ഒക്കെ പറഞ്ഞു വിടുന്നതാണ് വീടുകളിലേക്ക് പെന്തക്കോസ്തുകാരെ എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ABC ചാനലിൽ ഈ അടുത്ത നാളുകളിൽ വലിയ പണ്ഡിതന്മാരാണെന്നും പറഞ്ഞ് ചില വിവരദോഷികൾ അവിടെ ഇരുന്ന് പറയുകയാണ്, ജർമ്മനിയിലും ഇറ്റലിയിലും ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ അനേകയിടങ്ങളിൽ പള്ളികളെ അടച്ചുപൂട്ടാണ്, വിശ്വാസികളില്ല. ആ കുറവ് പരിഹരിക്കാൻ മാർപ്പാപ്പ കാശ് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ മാർപ്പാപ്പയുടെ പണം കൊടുത്തുള്ള കുടില പ്രവർത്തനമാണ് ഈ പെന്തക്കോസ്തുകാരിലൂടെ നടക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. മാർപ്പാപ്പയെയും മെത്രാന്മാരെയും പൗരോഹിത്യത്തെ തന്നെയും വെറുക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന കത്തോലിക്ക സഭയെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന വ്യവസ്ഥാപിത സമൂഹങ്ങളെ, പാരമ്പര്യ സഭകളെല്ലാം ആക്ഷേപിച്ചുകൊണ്ട് അവർക്കെതിരെ ശത്രുത പ്രഖ്യാപിച്ച സമൂഹമാണ് ഈ പെന്തക്കോസ്ത് എന്ന കാര്യം ഇവർക്കറിയില്ല. അത് ഈ ബജരംഗദളുകാർക്കും അറിയില്ല, BJPക്കാർക്കും അറിയില്ല. ഇത്ര വിവരമേ അവർക്കുള്ളൂ. അവരിൽ നിന്നും നീതി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് മതപരിവർത്തനം ഇവരെ നിർബന്ധം നടപ്പിലാക്കിയാൽ എങ്ങനെ നടപ്പിലാക്കിയാലും അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം അച്ഛന്മാർക്കും മെത്രാന്മാർക്കും സിസ്റ്റേഴ്സിനുമായി വരികയാണ്. അതാണ് ഇതിൻ്റെ അടിസ്ഥാനമായൊരു പ്രശ്നം. ഫോഴ്സ്ഫുൾ കൺവെർഷൻ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലോടുകൂടി കത്തോലിക്ക സഭ നിർത്തിയതാണ്. യഹൂദരെ മാനസാന്തരപ്പെടുത്തേണ്ടതില്ലെന്നും യഹൂദരെ ആരെയും മാനസാന്തരപ്പെടുത്തി മാമോദിസ മുക്കി കത്തോലിക്ക സഭയെ ചേർക്കേണ്ടതില്ലെന്നും കത്തോലിക്ക സഭ നിലപാടെടുക്കുകയും ആഗോള സഭ നിലപാടെടുക്കുകയും ഇസ്രയേലിലെ പ്രമുഖ റബ്ബിയുമായി ചേർന്ന് വത്തിക്കാനിൽ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട കർദിനാൾമാർ ഒപ്പിട്ടിട്ടുണ്ട്. അവർക്ക് ഭയപ്പാട് മാറ്റാൻ സഹകരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ ഈ ഒരു മതമാറ്റലിൻ്റെ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അവിടെ പറഞ്ഞത് വിളിയൻ തിരഞ്ഞെടുപ്പ് അനുസരിച്ച് യഹൂദർ രക്ഷ പ്രാപിക്കും, അവർ സ്വർഗത്തിലെത്തും. അതിനാൽ അവരെ നമ്മൾ സഭയോട് ചേർക്കേണ്ടതില്ല, മാമോദിസ മുക്കേണ്ടതില്ല, സുവിശേഷം അറിയിക്കേണ്ടതില്ല. തുടർന്ന് അത് രേഖയ്ക്ക് എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ സഭയ്ക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. മതപരിവർത്തനമേ പാടില്ല എന്നാണ് BJP നയമെങ്കിൽ, സംഘപരിവാർ നയമെങ്കിൽ ഒന്നോർക്കണം. സൃഷ്ടിയുടെ കാലം മുതൽ ഈ പ്രപഞ്ചത്തിൽ നടന്ന എല്ലാം അതേപോലെ നിലനിൽക്കണമെന്നാണോ? പരിവർത്തനം മനുഷ്യന് വന്നില്ലേ? ഏതെല്ലാം മേഖല പരിവർത്തനം വന്നു? അതെല്ലാം പോട്ടെ. പ്രധാനമായൊരു പരിവർത്തന വിഷയം ആത്മീയ മേഖലയിലാണ് മതങ്ങൾ. അതുകൊണ്ട് മതപരിവർത്തനം എന്ന് പറയുന്നു. ആത്മീയ മാത്രമാണോ ഈ ലോകത്തിൽ? സാമൂഹ്യ മേഖല, രാഷ്ട്രീയ മേഖല ഇല്ലേ? ഈ BJPക്കാർ കുതിരക്കച്ചവടം നടത്തുകയാണ് മുതൽ MLAമാരെയും MP മാരെയും കോടികൾ കൊടുത്ത് വാങ്ങി നിർബന്ധിത പാർട്ടി പരിവർത്തനം നടത്തി തുടങ്ങിയ കാലത്താണ് കൂറുമാറ്റ നിരോധന നിയമം നടപ്പിലായത്. കൂറുമാറ്റ നിരോധന നിയമം എന്നത് രാഷ്ട്രീയ മേഖലയിലുള്ള പാർട്ടി പരിവർത്തനത്തിനെതിരാണത്. അത് മനസ്സിലാക്കാത്തത്. ആത്മീയ മേഖല മതപരിവർത്തനത്തിനെതിരെയുള്ള ബില്ലുള്ളതുപോലെ രാഷ്ട്രീയ മേഖലയിൽ പാർട്ടി പരിവർത്തനത്തിനെതിരെയുള്ള ബില്ലാണത്. ഒന്നുമല്ല. കന്യാസ്ത്രീകളും അച്ഛന്മാരും മതം മാറ്റുന്നവരാണെങ്കിൽ അവർ നടത്തുന്ന സ്കൂളുകളിൽ പഠിച്ചവരുള്ള ഈ നേതാക്കന്മാരെല്ലാവരും BJP പ്രസിഡന്റ് നദ്ദ, നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ള BJPയുടെ പ്രമുഖ നേതാക്കന്മാരെല്ലാവരും കത്തോലിക്ക സ്കൂളുകളിൽ പഠിച്ചവരല്ലേ? ഇവരാര് മതം മാറ്റി?
ഇനി മറ്റൊന്നുകൂടെ ഓർക്കണം, മതപരിവർത്തനത്തെ അത്രമാത്രം ഈ സംഘപരിവാര ബജറംഗികൾ വിലക്കുന്നുണ്ടെങ്കിൽ, അത്രമാത്രം വെറുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇത് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ചരിത്രം എടുത്ത് നോക്ക്. വിദേശ രാജ്യങ്ങളിൽ എത്രയോ പേരെ വിവേകാനന്ദൻ മതപരിവർത്തനം ചെയ്തു. വിദേശത്ത് സുവിശേഷ പ്രവർത്തകയായിരുന്ന മാർഗരറ്റ് എലിസബത്ത് നോബിൾ എന്ന യുവതിയെ നിവേദിത എന്ന പേരിൽ മതം മാറ്റി ശിക്ഷയാക്കി കൊണ്ടു നടന്നു. അത് തെറ്റാണ് ചെയ്തതെങ്കിൽ, അത് തെറ്റാണെങ്കിൽ നിങ്ങൾ മാപ്പ് പറയണം. സ്വാതന്ത്ര്യ സമരകാലത്ത് ബംഗാൾ മാത എന്ന പേരിലുള്ള ചിത്രത്തെ ഭാരതമാത എന്ന പേര് മാറ്റി എഴുതി ഈ നിവേദിത പ്രചരിപ്പിച്ചതൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പോഴും എത്രയോ ഹൈന്ദവ സംഘടനകൾ മതപരിവർത്തനം നടത്തുന്നു. നിർബന്ധിത മതപരിവർത്തനം അതിന് കത്തോലിക്ക സഭയ്ക്കെതിരാണ്, പ്രഖ്യാപിത നയം തന്നെയാണത്.